രണ്ട് അതിജീവിതരുണ്ട് ചർച്ചയിൽ. ആദ്യം യുവ കഥാകൃത്തിലേക്ക് പോവുകയാണ്. കേൾക്കാമല്ലോ അല്ലേ? ഞാൻ യുവ കഥാകൃത്തിലേക്ക് പോവുകയാണ്. വി കെ പ്രകാശിനെതിരെ ആരോപണം ഉന്നയിച്ച യുവ കഥാകൃത്ത് കേൾക്കാമല്ലോ അല്ലേ? എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? വി കെ പ്രകാശിൽ നിന്ന് എന്ത് ദുരനുഭവമാണ് ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. കഥ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വി കെ പ്രകാശ് എന്ന ഡയറക്ടറെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കിട്ടി, ഞാൻ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ത്രെഡ് അയക്കാൻ പറഞ്ഞിട്ട് ത്രെഡ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ത്രെഡ് അയച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണ് ത്രെഡ് എന്ന് പറഞ്ഞു. നമുക്ക് കഥ കേൾക്കാനായിട്ട് കൊല്ലത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ കൊല്ലത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം കൊച്ചിയിൽ നിന്ന് കൊല്ലത്ത് വരെ പോകണമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, സാറ് എപ്പോഴാണോ കൊച്ചിയിൽ വരുന്നത് അപ്പോൾ ഞാൻ വന്ന് കഥ പറഞ്ഞോളാം, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം, സാറിന് എന്തായാലും ത്രെഡ് ഇഷ്ടമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ കുറച്ച് സമയത്തേക്ക് തിരക്കായിരിക്കും, മുംബൈയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും, അപ്പോൾ ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഓക്കെ പറഞ്ഞൊരു സംഭവമാണ്, സിനിമയാക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ കൊല്ലത്തേക്ക് പോയി. അവിടെ ആൾ ഹോട്ടലിൽ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലോട്ട് സാറ് വന്നതിന് ശേഷം ആള് കഥ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കഥ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെനിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു. അപ്പം തന്നെ വേറൊരു കോൾ വന്നു. ആൾ വിളിക്കുകയാണ് ചെയ്തത്. അന്നേരം വിളിച്ചിട്ട് നവ്യ നായർ മേഡത്തിനെയാണ് വിളിച്ചത്. ആളെ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിച്ചു കുറേ നേരത്തേക്ക്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കഥയല്ല, നമുക്ക് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആക്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു സീൻ പറയാം, അതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സർ, ഞാൻ എൻ്റെ സ്റ്റോറി ഫിലിമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ ആക്ടിങ്ങിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല, ഞാനൊരു സീൻ പറയാം, അതൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അത് വളരെ വൾഗറായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം സീൻ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം, ആക്ട് ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ ടച്ച് ചെയ്യാനും അതുപോലെ കിസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ബെഡിൽ കിടത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്തായാലും കഥ പറയുന്നതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ, കഥ കേൾക്കുന്നതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എന്തായാലും സാർ കഥ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, കേൾക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉറപ്പാണോ, കേൾക്കണം എന്ന് നിർബന്ധമുണ്ടോ, ആക്ടിങ് താല്പര്യമില്ല എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ റൂമിലോട്ട് വരും, നമുക്ക് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സാറ് പൊക്കോളൂ, ഞാൻ എറണാകുളത്ത് എപ്പോഴാണോ സാറ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്റ്റോറി വാട്സപ്പ് ഫുള്ളായിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ ആൾക്ക് മനസ്സിലായി ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ ആളപ്പം തന്നെ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ആളിറങ്ങി ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാനും ആ റൂമിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. ആ രാത്രി തന്നെ ഒരു 2 മണിയൊക്കെ ആയി കാണും ഞാൻ ഇറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞ് അതെ. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോൾ ഞാൻ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ, ഞാൻ ഒരു ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ മിസ് കോൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് കോൾ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം, എന്ത് പണിയാണ് കാണിച്ചത്, ഇങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി പോന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡയറക്ടറായിട്ടുള്ള മകളുള്ളതാണ്, എൻ്റെ ഒരു സ്റ്റാറ്റസ് ഇതാണ്, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, കുറേ സോറിയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറി പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെയൊന്നും പോരാൻ പാടില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ എൻ്റെ സ്റ്റോറി സിനിമയാക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, അങ്ങനെയല്ല, എന്തായാലും ഇതാരോടും പറയുകയും ചെയ്യരുത്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് അവിടം വരെ വന്നതല്ലേ, അപ്പോൾ അതിനെന്തായാലും ഞാൻ കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് ആളുടെ ഡ്രൈവറാണെന്ന് തോന്നുന്നു, ആളുടെ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ എനിക്ക് അയച്ചു തരാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം എന്തായാലും എന്നെ വിശ്വസിപ്പിച്ചത് സാറ് കഥ സിനിമയാക്കും, കഥ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് സാറ് പിന്നെ ആക്ടിങ്ങിലോട്ട് തിരിഞ്ഞ് ആക്ടിങ്ങിൻ്റെ ഏറ്റവും വൾഗറായിട്ടുള്ള ഒരു സീൻ പോലെയാണ് അദ്ദേഹം വിവരിച്ചത് എൻ്റെ അടുത്ത്. എന്നിട്ടാണ് എന്നെ ടച്ച് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കിടന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, സാർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആളുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായിട്ടില്ല, ആൾ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ടും കോൺടാക്ട് ചെയ്തിട്ടില്ല. അന്ന് രാത്രി എങ്ങനെയാണ് തിരിച്ചെത്തിയത്? 2 മണിക്ക് കൊല്ലത്തുനിന്ന് ഇറങ്ങി, സ്വന്തം നാട് പോലും അല്ല, എങ്ങനെയാണ് കൊച്ചിയിലേക്ക് അപ്പോൾ തിരിച്ചത്?
കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഓട്ടോ കിട്ടിയത്. നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി. അവിടുന്ന് ബസ് കയറി വരുമായിരുന്നു. ഈ പുലർച്ചെ തന്നെ തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ ചോദിച്ചു കാണുമല്ലോ എന്തുകൊണ്ട് ഇത്ര ഒരു ചർച്ചയ്ക്ക് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതിനെ കുറിച്ച്? ഇല്ല, ഞാൻ അപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ ഒരു സ്റ്റേ ആയിരുന്നു. എന്താണ് പരാതിപ്പെടേണ്ട എന്ന് തീരുമാനിച്ചത്? ഇത് മിണ്ടാതിരിക്കാനുള്ള പണമായിരിക്കുമോ 10,000 രൂപ? മിണ്ടാതിരിക്കാനും പിന്നെ അവിടേക്ക് വന്ന വണ്ടി ചെലവ് അങ്ങനെ പറഞ്ഞിട്ടാണ് തന്നത്. അന്ന് പരാതിപ്പെടാൻ എന്താണ് ആലോചിക്കാതിരുന്നത്? പേടി തന്നെയായിരുന്നു. കാരണം അദ്ദേഹം വലിയൊരു ഡയറക്ടറാണെന്ന് എനിക്കറിയാം. പല സിനിമകളും, ബ്യൂട്ടിഫുൾ, അതുപോലെ കുറേ സിനിമകൾ, ട്രിവാൻഡ്രം ലോഡ്ജ് പോലുള്ള നല്ല സിനിമകളുടെ ഡയറക്ടറാണെന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു ഡയറക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണ, എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല ഫിലിമിൽ, ഞാനൊരു സാധാരണ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എനിക്കെതിരെ എന്തെങ്കിലും ആയിട്ട് വരുമെന്ന് ഞാൻ പേടിച്ചു. എൻ്റെ പാരൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അന്നേരം ഈ 2 വർഷം എന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെ WCC ഒക്കെ സജീവമായി നിൽക്കുന്ന സമയമാണ്. ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത് സംസാരിക്കാമെന്ന് ആലോചിച്ചിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, അതിനെപ്പറ്റിയൊന്നും തിങ്ക് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി തിങ്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ്, പിണറായി സഖാവ് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നു ഇതിൽ ചെയ്തവർക്കെതിരെയൊക്കെ നടപടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ ഒരു ബലത്തിൽ മാത്രമാണ് ഞാൻ തുറന്നു പറയാന്ന് വിചാരിച്ചത്. അതായത് തുറന്നു പറഞ്ഞാൽ എന്താണ്, പരാതിപ്പെട്ടാൽ സർക്കാർ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരാതിയായിട്ട് തന്നെ പോവുകയാണല്ലേ? അതെ, ഞാൻ പരാതി ഈ ഒരു സംഘത്തിൽ അയച്ചിട്ടുണ്ട്. DGPക്ക് ഇന്ന് രാവിലെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ വന്നിട്ടില്ല ഇതുവരെ. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ വീട്ടിൽ പറഞ്ഞത്? ഇതിങ്ങനെ പറയാമെന്നൊരു തീരുമാനം വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇങ്ങനെ പറയാമെന്നുള്ള ധൈര്യം വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലുള്ളവരോട് സംസാരിച്ചു അല്ലേ? ഇല്ലില്ല, വീട്ടിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമാണ്. കാരണം ഇനിയായാലും ഒരിക്കലും ഒരു പെൺകുട്ടിയും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം ഫിലിമിലുള്ള എല്ലാവരെയും ഞാൻ അടച്ച് പറയുന്നില്ല, പക്ഷേ കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളവരുണ്ട്. അപ്പോൾ ഇനി വരുന്ന പെൺകുട്ടികൾക്കായാലും ആർക്കായാലും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാവരുത്. അവർക്ക് പറയാം. അവർക്ക് ഇപ്പോൾ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി കുട്ടി, എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലാതെ വിളിച്ചു വരുത്തി അപമാനിക്കുക, വിളിച്ചു വരുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇനി ഒരാൾക്കെതിരെയും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. ശരീരത്തിൽ കയറി പിടിക്കുക, അതിനുശേഷം അവിടെ നിന്ന് പോകുമ്പോൾ മകളെ ഓർമ്മിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുക, ഇത് വിചിത്രമായി തോന്നുകയാണ്. ഇതിപ്പോൾ ഈ കാര്യത്തിൽ ഇതിനുശേഷം ഈ 2 വർഷം അന്ന് ഒരു കഥയുമായി സമീപിക്കുന്നു, അതിനുശേഷം വേറെ ആരെയും സമീപിക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടോ? പിന്നെ ഈ സിനിമാ മോഹം എവിടെ നിൽക്കുന്നു? ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി? ഇപ്പോൾ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് കോമ്പയറിംഗ് ഒക്കെ ചെയ്യുവാണ്. എന്തായാലും സിനിമയിൽ എനിക്കറിയില്ല എത്രത്തോളം വിശ്വസനീയമായിട്ട് നമുക്ക് ആ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറല്ലായിരുന്നു. ഈ സിനിമാ മേഖലയിൽ വേറെ ആരെയും അറിയൊന്നുമില്ല അല്ലേ? ആരെയും പരിചയമില്ല? ചിലരെയൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അറിയാം. അപ്പോൾ ഈ VK പ്രകാശിനെ കാണുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, ഞാനൊന്ന് കാണാൻ പോകുന്നു എന്ന് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? അന്ന് എനിക്ക് നമ്പർ തന്നതല്ല, ഇങ്ങനെ പറഞ്ഞിരുന്നു VKPയുടെ ഫിലിമിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ ആ ഫിലിംസൊക്കെ ചിലതൊക്കെ കണ്ടു, ബ്യൂട്ടിഫുൾ, അതുപോലെ ട്രിവാൻഡ്രം ലോഡ്ജൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കോൺടാക്റ്റ് കിട്ടിയത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഫേസ്ബുക്ക് വഴിയാണോ അതോ ഏതെങ്കിലും ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും തന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ഞാൻ ആളെ കോൺടാക്ട് ചെയ്യുന്നത്. അന്നേരം പറഞ്ഞിരുന്നു ഞാനിങ്ങനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ കണ്ടതിന് ശേഷം ഞാൻ ആരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല, അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് വേറെ ഡിസ്കഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എന്തായാലും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കും. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവർ മൊഴിയെടുക്കാനൊക്കെ വരുമ്പോൾ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു ലേഡി ഡയറക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴും അവർക്കും ഇതുപോലുള്ള ഒരു സിമിലർ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഡിറ്റോ സെയിം ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, ആളുടെ ഒരു ഹോബി പോലെയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, സെയിം പേഴ്സണിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്താണ് കൂടുതലായി പറയാനുള്ളത്? ഇപ്പോൾ വീട്ടുകാരോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ വീട്ടിലേക്ക്
പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ആ തരത്തിൽ മൊഴി കൊടുക്കൽ അത്തരം കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, അത് ധൈര്യപൂർവ്വം അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടില്ല. ടെൻഷനുണ്ട്. കാരണം സിനിമ ഫീൽഡുകളിൽ കേട്ടുകേൾവി മാത്രമാണ്. ഒരുപാട് മാഫിയ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ടെൻഷനുണ്ട്. എന്തായാലും നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കണ്ടു കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ ഒരുപാട് പേർ മൊഴി നൽകിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ മാറേണ്ടതുണ്ട്. എന്നിപ്പോൾ പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനം അടക്കം കണ്ടല്ലോ. മൊത്തം ഈ സാഹചര്യം തന്നെ മാറേണ്ടതുണ്ട്. അതിൽ കുറേ പേരെങ്കിലും പോസിറ്റീവായി രംഗത്ത് വരുന്നു. ഈ മേഖല ഒരു ക്ലെൻസിങ് നടക്കേണ്ടതുണ്ട് എന്ന് എല്ലാവരും തന്നെ ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ മോഹങ്ങളിൽ ഈ പ്രതീക്ഷയുണ്ടോ നിലവിൽ? പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമകൾ ചെയ്യുന്ന കുറച്ച് പേര് അവരെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് സിനിമയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ കലയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് കലാകാരന്മാരെ കലാകാരികളെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം വരെയുള്ളവരാണ് ഇങ്ങനെ പ്രശ്നക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇപ്പോഴുള്ള തലമുറ കുറച്ചും കൂടെ എന്താ പറയുക ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതുതലമുറ സംവിധായകരിൽ നിന്നും അല്ലെങ്കിൽ സിനിമാ സംഘത്തിൽ നിന്നുള്ള പ്രതീക്ഷ ഏതായാലും വളരെ വളരെ നന്ദി. ഏതായാലും സിനിമാ മേഖലയിൽ തന്നെ തിരക്കഥാകൃത്തായി തന്നെ ഉയരാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. അതുപോലെ ഈ വിഷയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുക, നീതി ലഭിക്കുന്നവരെ പോരാടുക. മാധ്യമങ്ങൾ എന്തായാലും ഒപ്പമുണ്ട്, ഞങ്ങൾ എന്തായാലും ഒപ്പമുണ്ട്. Debate with Smriti Parithikad.